കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1596 നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനുഷ്യചങ്ങലയും അഗ്നിജ്വാലയും തീർത്തു. ബാങ്ക് പ്രസിഡന്റും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1596 സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടി ശ്രദ്ധേയമായി. മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും മദ്യത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി സൗജന്യ കൗൺസിലിംഗും മറ്റ് സഹായങ്ങളും ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട്. ഇതിന്റെ പ്രചാരണാർത്ഥം മനുഷ്യചങ്ങലയും അഗ്നിജ്വാലയും തീർത്തു. നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. യോഗത്തിൽ വിവിധ സന്നദ്ധ സംഘടനകൾ, SNDP ശാഖായോഗം ഭാരവാഹികൾ, NSS കരയോഗം ഭാരവാഹികൾ, വിശ്വകർമ്മ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 17ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തത് മാതൃകയായി. ഭരണസമിതി അംഗം ജി ഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ പി ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന, നാടാകെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നേട്ടങ്ങളെല്ലാം തല്ലിക്കെടുത്തുന്ന തരത്തിൽ പുതുതലമുറയിലേക്ക് ലഹരി മാഫിയ കടന്നു കയറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന തരത്തിലേക്ക് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കുട്ടികളടക്കം അതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഗൗരവമായി നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അടുത്ത കാലത്ത് കേരളത്തിലും രാജ്യത്തെമ്പാടും മയക്കുമരുന്ന് മാഫിയ സംഘത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമായി ഒട്ടേറെ കുടുംബങ്ങളാണ് നമുക്ക് ഒട്ടേറെ വ്യക്തിത്വങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഭാവി തലമുറയിലെ ഉന്നത നിലയിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ജീവൻ ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടായി. അമ്മയെ മകൻ അടിച്ചു കൊല്ലുന്നതും അച്ഛനെ കൊല്ലുന്നതും, അങ്ങനെ വല്ലാത്ത നിലയിൽ നന്നായിട്ട് ജീവിച്ചു വന്ന, പടിപടിയായിട്ട് വളർന്നു വന്നിട്ടുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള യുവാക്കളായി പുതുതലമുറയെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ നേട്ടങ്ങളെയും തല്ലിക്കെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടുന്നത്. അത് നാട്ടിൽ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതിന് ഞങ്ങളെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്നുവെന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ ഈ നാടിനെ ആകെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് കായംകുളം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ചെക്കരിങ്ങാല. ഞങ്ങൾ ഈ അവധിക്കാലത്ത് 2 പ്രധാനപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൗമാരപ്രായക്കാരുടെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു 2 തരത്തിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള ക്ലാസ്, പ്രത്യേകിച്ച് ലഹരി മാഫിയക്കെതിരായിട്ട് ജാഗ്രതയോടുകൂടി നീങ്ങേണ്ടതിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പഠന ക്ലാസ് തന്നെ ഞങ്ങൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്നത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ബോധവൽക്കരണം നൽകുന്നത്. ബാങ്ക് സെക്രട്ടറി ബിജു ആർ സ്വാഗതം പറഞ്ഞു. ബോർഡ് മെമ്പർ അബ്ദുൾ സലീം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിയിൽ വീഴാതിരിക്കുവാനുള്ള എല്ലാ ശ്രമവും നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തി നൽകുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർത്തി നൽകുന്നതിനും ഞാൻ പ്രയത്നിക്കുമെന്ന് ലഹരി വിമുക്ത കേരളം പടുത്തുയർത്തുമെന്നും ഇതിനുവേണ്ടി എൻ്റെ കഴിവും പ്രയത്നവും ഉപയോഗിച്ച് പ്രവർത്തികമാക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. സുരേഷ് സോമൻ, സന്തോഷ്, അനീഷ്, പ്രദീപ് N, പ്രകാശ്, ചന്ദ്രശേഖരൻ ആചാരി, സുകുമാരൻ TK, കാർത്തികക്കുട്ടിയമ്മ, രശ്മി, നീതു, ഭദ്രൻ, ജോൺ കുരുവിള, വിനയചന്ദ്രൻ, അബ്ദുൾ സമീർ, ജ്യോതിലക്ഷ്മി, രാജി, സുനിതാകുമാരി, സുൽഫിയ, അശ്വതി, അക്ബർ, രാധിക, ആശ, ജലജ, വിനോദ് കുമാർ, ശ്രീകുമാർ, സുഭാഷ്, മനീഷ് എന്നിവർ പങ്കെടുത്തു. ബ്രാഞ്ച് മാനേജർ അനിതകുമാരി P നന്ദി പറഞ്ഞു. CT നെറ്റ് ന്യൂസ്.